എല്ലാവരുടെയും മക്കൾ അച്ഛൻ്റെ പുറകെ പോളിറ്റിക്സുമായിട്ട് പോകാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ പോയില്ലാന്ന് ചോദിച്ചാൽ എനിക്ക് അച്ഛനെ ഫോളോ ചെയ്യാൻ എനിക്കൊരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയിലാണ്, ഏതാണ്ട് ശത്രുക്കളെ പോലെയാണ് രണ്ടുപേരും. കാരവൻ ഒരു വലിയ കഥാപാത്രമാണ്. എസ് പി പിള്ള ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഇതേ നേരെ കടലിൻ്റെ കരയിൽ പോയിട്ട് കടലിലോട്ട് നോക്കി നിന്ന് പതുക്കെ മൂത്രമൊഴിക്കാൻ ആരംഭിക്കും. പിള്ളേരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് പോയി. ഹീറോ ആയാലും ശരി, ഹീറോയിൻ ആയിരുന്നാലും ശരി, ഡയറക്ടർ ആയിരുന്നാലും ശരി, പിയൂണായിരുന്നാലും ശരി, ചായ അടി കൊടുക്കുന്ന പയ്യനായിരുന്നാലും ശരി, ഫെസിലിറ്റീസ് എല്ലാവർക്കും ഒന്നുപോലെ ആയിരുന്നു. അതിൽ ഇക്കാലത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ഇവരെല്ലാം ഞാനൊരു ഏതാണ്ട് ഒരു എൽഡർലി ക്യാരക്ടർ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നവരാണ്. മലയാളം സിനിമാ നടന്മാരിൽ ആരും തന്നെ എം പിമാരാവുകയോ മന്ത്രിമാരാകുകയോ ചെയ്തിട്ടില്ലല്ലോ. സ്നേഹം എന്നുള്ളതും കുടുംബം എന്നുള്ളതും മറക്കാത്ത ഒരു വ്യക്തി, അതാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത. അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവും ട്രിവാൻഡ്രത്തെ മേയറും ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം DCC പ്രസിഡൻ്റായിരുന്നു, പലതുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നതല്ല, എല്ലാവരുടെയും മക്കൾ അച്ഛൻ്റെ പുറകെ പോളിറ്റിക്സുമായിട്ട് പോകാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ പോയില്ലാന്ന് ചോദിച്ചാൽ അത് ഓരോ ടേസ്റ്റാണ്. എനിക്ക് പണ്ടേ തന്നെ ഒരിക്കലും ഈ പോളിറ്റിക്സിനോട് താല്പര്യം തോന്നിയിട്ടില്ല. അറിവ് കുറവ് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നാത്തത്. അതിൽ കൂടുതലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ വിചാരിക്കും പോലെയുള്ളൊരു വലിയൊരു സ്ഥാനമോ, കുറേ പേര് ഒരു പാർട്ടി, ഇനി ഒരു പാർട്ടിയിൽ ഒരുത്തനൊരു പാർട്ടി, എന്നിട്ട് മറ്റേ പാർട്ടി മാറുന്നു. അപ്പോൾ ഇതിനകത്തുള്ളതല്ലോ അതിൻ്റെ അകത്തുള്ള തത്വങ്ങളൊക്കെയാണ് കാര്യമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തത്വം രണ്ടല്ലേ. പിന്നെ ഒരു തത്വത്തിൽ നിൽക്കുന്നയാൾ ഒരു ദിവസം കൊണ്ട് മറ്റേ തത്വത്തിൽ എങ്ങനെ ചാടാൻ സാധിക്കും? ഇതൊക്കെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. എന്തിന് എൻ്റെ കാര്യം തന്നെ പറയാം. അച്ഛനും കുളത്തുങ്കൽ പോത്തനും വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒളിവിലായിരുന്നു. അവസാനം ഉള്ളിൽ എവിടെയെല്ലാം പോയിട്ട് ഒരു ദിവസം രാത്രിയായപ്പോൾ കുളത്തുങ്കൽ പോത്തൻ ഗൗരി ഷോട്ടത്തിൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് അദ്ദേഹം എൻ്റെ മുറി ഞാൻ ഒഴിഞ്ഞു കൊടുത്തു, ഒരു പോർട്ടിക്കോ ഒഴിഞ്ഞു കൊടുത്തു. അവിടെ പോത്തച്ഛൻ താമസമായി. ഒഴിച്ചാണ്. വളരെ കുറച്ച് പേരെ മാത്രം, അദ്ദേഹത്തിന് വിശ്വാസമുള്ള വളരെ കുറച്ച് പേരെ മാത്രമേ അവിടെ ഉള്ളവർ അറിയിച്ചിട്ടുള്ളൂ. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മോഹൻ. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മോഹൻ വീട്ടിൻ്റെ നടയിൽ നിൽക്കുന്നു. ശശിൻ്റെ മോഹൻ ഇവിടെ. അപ്പോൾ എനിക്കറിയാം, എന്നാലും ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ലേ, ഇവിടെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു, അങ്ങനെ വന്നതാണ്. അപ്പോൾ നടയിൽ വന്ന ഒരാൾ പറഞ്ഞു ഇവിടെ ആരും ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആര് വന്നാലും ഇങ്ങനെ ഉണ്ടെന്ന് പറയരുത് എന്നുള്ള അങ്ങനെ പറഞ്ഞിരുന്നതുകൊണ്ട്, നിഷ്കർഷിച്ചിരുന്നതുകൊണ്ട് ഒരു പക്ഷേ ചെയ്യാത്തതായിരിക്കാം. ആര് വന്നാലും അങ്ങനെ പറയുള്ളൂ, മോഹൻ ഇവിടെ നിൽക്കുക. പിന്നെ അവസാനം തിരിച്ചു വന്ന് പോത്തച്ഛനോട് അനുവാദം ചോദിച്ചിട്ടാണ് മോനെ അകത്തേക്ക് കടത്തി വിട്ടത്. ഞാനീ പറഞ്ഞതൊന്നുമല്ല, അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയിലാണ്, ഏതാണ്ട് ശത്രുക്കളെ പോലെയാണ് രണ്ടുപേരും. ആ ഒരു ശത്രുവിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് പോത്തച്ഛൻ. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം? കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഓരോന്നായിട്ട് നോക്കുമ്പോൾ എന്തോ എനിക്ക് അതിനകത്ത് അട്രാക്ഷൻ തോന്നിയില്ല. പിന്നെ കൂടുതൽ ചെറുപ്പത്തിൽ തന്നെ ഈ നാടകത്തിലും അഭിനയത്തിലും ഒക്കെ ഇൻട്രസ്റ്റ് വന്നത് കാരണം ഈ രാഷ്ട്രീയത്തിലോട്ടുള്ള ഇൻട്രസ്റ്റ് വരാത്തതായിരിക്കാൻ തോന്നുന്നു. അത് അന്നുമില്ല ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ്റെ എത്രയോ വർഷം അച്ഛൻ്റെ കൂടെ താമസിച്ചു. അതിന് ശേഷവും എന്നെനിക്ക് എല്ലാ കാര്യത്തിനും നല്ലതിനും ചീത്തയും എന്നെ ശാസിക്കുന്നതിലും തല്ലുന്നതിലും അടിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും നിരുത്സാഹപ്പെടുത്തുന്നതിലും ഒക്കെ അച്ഛനുണ്ടായിരുന്നു. എല്ലാം ഇപ്പോഴും വളരെ നന്ദി. എൻ്റെ സ്റ്റുഡിയോ കെട്ടി തന്നത് പോലും അച്ഛനാണ്. പക്ഷേ എനിക്ക് രാഷ്ട്രീയത്തിൽ എന്തോ എനിക്ക് അച്ഛനെ ഫോളോ ചെയ്യാൻ എനിക്കൊരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ
എന്നെനിക്ക് തോന്നുന്നത്. ഇന്ന് മലയാള സിനിമയിൽ കാരവൻ ഒരു വലിയ കഥാപാത്രമാണ്. ഈ കാരവൻ പണ്ടില്ലായിരുന്നു. അപ്പോൾ ഇല്ലാതെ ഇത്ര ഈ 50 വർഷത്തെ 60 വർഷത്തെ കഥയാണിത്. ഇതിൻ്റെ ഒരു 40ാമത്തെ വർഷമൊക്കെ ആയിരിക്കും ഈ കാരവൻ വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ചേഞ്ചസ്, എന്തെല്ലാം ചേഞ്ചസ് വന്നിരിക്കുന്നു. അന്ന് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ തന്നെ ഞങ്ങൾ ഇത് ഷൂട്ടിങ്ങിന് പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കടപ്പുറത്ത് ചെമ്മീൻ്റെ തന്നെ ഷൂട്ടിങ് നടക്കുന്നത് കടപ്പുറത്ത് കൂരയിൽ കയറി തുണി മാറാം. അല്ലാതെ കുറച്ച് കുരയ്ക്ക് ഉള്ള സ്ഥലത്ത് നിന്നും ദൂരെ എങ്ങാനും പോയി പെണ്ണുങ്ങൾക്ക് തുണി മാറണമെങ്കിൽ ആരെങ്കിലും സാരിയോ വല്ലതും കൊണ്ട് മറ പിടിക്കുക, അപ്പുറത്ത് നിന്ന് ഡ്രസ്സ് മാറുക, അത്ര അങ്ങനെ ഉണ്ട്. പക്ഷേ അന്നത് ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. പുറത്തു പോയിട്ട് ഒരു എന്താ പറയാൻ കാരവൻ ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. SP പിള്ള ചേട്ടൻ, SP പിള്ള ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കടപ്പുറത്താണ്. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി. നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. 4 വശവും പിള്ളേർ, എവിടെ പോയിരുന്നാലും രക്ഷയില്ല. ആകെ പിള്ളേരില്ലാത്ത കടലിൽ മാത്രമേ ഉള്ളൂ. ഇതേ നേരെ കടലിൻ്റെ കരയിൽ പോയിട്ട് കടലിലോട്ട് നോക്കി നിന്ന് പതുക്കെ മൂത്രമൊഴിക്കാൻ ആരംഭിച്ചു. പിള്ളേരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് പോയി. മൂപ്പരെന്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ, കടൽ വീഴേണ്ട വീഴുന്ന ചാവരുത്തേണ്ട അവർ കാണാനെല്ലാം കണ്ടെന്നുകൊണ്ട് അവരുടെ മുമ്പ് വന്ന് കാര്യം അങ്ങ് സാധിച്ചു. അതായിരുന്നു ഈ കാരവനില്ലാത്ത കാലത്തുള്ള അവസ്ഥ. പക്ഷേ ഇതെല്ലാം ഒരു രസമായിട്ടൊന്നും തോന്നിയിരുന്നതല്ലാതെ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണെന്ന് ആർക്കും തോന്നിയിരുന്നില്ല. ഇന്നിപ്പോൾ കാരവനുള്ള ആളുകൾക്ക് വളരെ എന്താ പറയാൻ സുഖമാണ്. ഈ കാരവൻ കിട്ടാത്ത ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല, ജൂനിയർ ആർട്ടിസ്റ്റും അല്ലാത്തവരും, കാരവൻ ഇല്ലാത്തവർ, അവർക്കിതൊരു വലിയ ഇതായിട്ട് തോന്നും. മറ്റത് അങ്ങനെയല്ല. ഇത് വലിയ ഇത് ഹീറോ ആയാലും ശരി, ഹീറോയിനായിരുന്നാലും ശരി, ഡയറക്ടറായിരുന്നാലും ശരി, പിയൂണായിരുന്നാലും ശരി, ചായ എടുത്ത് കൊടുക്കുന്ന പയ്യനായിരുന്നാലും ശരി, ഫെസിലിറ്റീസ് എല്ലാവർക്കും ഒന്നുപോലെ ആയിരുന്നു. ആ ഒരു ഡെമോക്രസി നഷ്ടപ്പെടുത്തി എന്നുള്ളതല്ലാതെ കാരവൻ ഒരു നല്ല കാര്യമാണ്. കൂടെ പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ അവർക്കറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ എല്ലാവരുമായിട്ട് സത്യൻ സാർ തൊട്ട് ഏതാണ്ട് ഇന്ന് വരെയുള്ള ആർട്ടിസ്റ്റുമായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഇക്കാലത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ഇവരെല്ലാം ഞാനൊരു ഏതാണ്ട് ഒരു എൽഡർലി ക്യാരക്ടർ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നവരാണ്. അവരിൽ എല്ലാവരുടെ അടുത്തും എനിക്ക് വലിയ എന്തെന്ന് പറയാൻ അപ്രീസിയേഷനാണ്, ബഹുമാനമാണ്. കാരണം കഴിഞ്ഞ ഞങ്ങളെയൊക്കെക്കാളുമൊക്കെ, ഞങ്ങളെക്കാൾ അവരുടെ പൂർവികന്മാരെക്കാളുമൊക്കെ ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലുള്ള ക്വാളിറ്റി ഉള്ളവരാണ് അവരെല്ലാം തന്നെ. അതിൽ സുരേഷ് ഗോപി ഇപ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം മലയാളം സിനിമാ നടന്മാരിൽ ആരും തന്നെ MP മാരാവുകയോ മന്ത്രിമാരാകുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മന്ത്രി എന്ന സുരേഷ് ഗോപി സത്യത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമാണ്. ഏതായാലും 91ാമത്തെ പിറന്നാളിന് ഇവിടെ വന്നു, എനിക്ക് സമ്മാനമൊക്കെ തന്നു. ഭാര്യാസമേതനാണ് വന്നത്. അപ്പോൾ എന്തെല്ലാം ആയിക്കഴിഞ്ഞാലും സ്നേഹമെന്നുള്ളതും കുടുംബമെന്നുള്ളതും മറക്കാത്തൊരു വ്യക്തി, അതാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത. ഒരു വികാരജീവിയാണ്, വികാരമായിട്ടില്ല പറയും, പക്ഷെ ഉള്ളി നിറച്ച് നന്മയാണ്, ഉള്ളി നിറച്ച് സ്നേഹമാണ്. അത് മറ്റുള്ളവർ പലരും ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടാവും, ആവശ്യത്തിന് മാത്രം പ്രകടിപ്പിച്ചു എന്ന് വരാം. സുരേഷ് അങ്ങനെയല്ല, ഈ മനസ്സിൽ വരുന്ന കാര്യം അതുപോലെ പ്രകടിപ്പിക്കും. അത് വച്ചുകൊണ്ടിരിക്കാൻ സുരേഷിന് കഴിയില്ല. അതാണ് സുരേഷിൻ്റെ ഒരു പ്രത്യേക, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും വിജയവും അതുതന്നെ ആയിരിക്കാം. ഈശ്വരൻ ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, വളർച്ച കൊടുക്കട്ടെ.